2016 മാർച്ച് 6 വൈകുന്നേരം 7:15 സമയം. ന്യൂസ് ചാനൽ കണ്ടിരിക്കെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കണ്ട് എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്നു. കലാഭവൻ മണി അന്തരിച്ചു. തലേ ദിവസം രക്തം ഛർദ്ദിച്ച് അവശനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സക്കിടെ മരണം സംഭവിക്കുകയുമായിരുന്നു എന്നൊക്കെ തുടർന്നുള്ള വാർത്തകൾ വന്നതോടെയാണ് പലർക്കും അദ്ദേഹത്തിന് കരൾ രോഗമായിരുന്നുവെന്നും മറ്റും അറിയുന്നത്. ഒരു നിർധന കർഷക കുടുംബത്തിൽ ജനിച്ച് തനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ സംഗീതത്തെ കൂട്ടുപിടിച്ച് ഉത്സവ പറമ്പുകളിൽ നിന്ന് കലാഭവനിലേക്കും അവിടെ നിന്ന് സിനിമയിലേക്കും എത്തി. പിന്നീട് മലയാളത്തിന് പുറമെ അന്യഭാഷകളിലുമെല്ലാം കൊമേഡിയനായും സഹനടനായും എല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒടുവിൽ ഒരു നാൾ എല്ലാവരെയും കണ്ണീരിലാത്തിക്കൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോവുകയും ചെയ്ത നമ്മുടെ പ്രിയ നടൻ മണിച്ചേട്ടനുള്ള സ്നേഹസമ്മാനമാവട്ടെ ഈ വീഡിയോ. തൃശൂർ ജില്ലയിൽ ചാലക്കുടിയിലെ ചേന്നത്തുനാട് എന്ന സ്ഥലത്ത് കുനിശ്ശേരി വീട്ടിൽ രാമന്റെയും അമ്മിണിയുടെയും 7 മക്കളിലെ 6-മനായി 1971 മണിയുടെ ജനനം. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സോടെ നിർത്തുകയായിരുന്നു. വീട്ടിലെ പട്ടിണി മാറ്റാൻ ചെറുപ്പം മുതലേ തെങ്ങുകയറ്റവും മണൽ വാരലും തുടങ്ങി തന്നെ കൊണ്ടാവുന്ന ജോലിയെല്ലാം ചെയ്തിരുന്നു അദ്ദേഹം. പിന്നീട് ചാലക്കുടിയിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിമിക്രിയോടും പാട്ടിനോടുമൊക്കെയുള്ള മോഹം കാരണം കലാഭവനിലേക്ക് എത്തുന്നത്. അങ്ങനെ തന്റെ കഴിവുകൾ വിനിയോഗിക്കാൻ ഒരുപാട് അവസരങ്ങൾ വന്നപ്പോൾ തന്റേതായ വ്യത്യസ്തമായ പല ഐറ്റങ്ങളും അവതരിപ്പിച്ചതിലൂടെ മണി കലാഭവനിലെ ഒരു ശ്രദ്ധേയനായ ആളായി മാറി. പിന്നീട് തന്റെ സഹപ്രവർത്തകരായിരുന്ന പിൽക്കാലത്ത് മലയാളത്തിലെ പ്രശസ്ത നടന്മാരായി മാറിയ ജയറാം, ദിലീപ് എന്നിവരുടെ പാത പിൻപറ്റി അദ്ദേഹവും സിനിമയിൽ എത്തുകയായിരുന്നു. 1995 സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. 96 പുറത്തിറങ്ങിയ സുന്ദർദാസിന്റെ ദിലീപ് മഞ്ജു വാര്യർ ചിത്രം സല്ലാപത്തിലാണ് ആദ്യമായി അദ്ദേഹത്തിന് അല്പം ശ്രദ്ധേയമായൊരു വേഷം ലഭിക്കുന്നത്. തുടർന്ന് അക്കാലത്ത് ഇറങ്ങിയ ഒട്ടുമിക്ക കോമഡി ചിത്രങ്ങളിലും മണിക്ക് ഒട്ടേറെ അവസരങ്ങൾ ലഭിച്ചിരുന്നു. സ്വർണ്ണക്കിരീടം, കിരീടമില്ലാത്ത രാജാക്കന്മാർ, കല്യാണ സൗഗന്ധികം, ദില്ലിവാല രാജകുമാരൻ, ഉല്ലാസ പൂങ്കാറ്റ്, 6-ാം തമ്പുരാൻ എന്നിങ്ങനെ ആ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലുമെല്ലാം തന്നെ മണിയില്ലാത്ത സിനിമകൾ വളരെ ചുരുക്കമായിരുന്നു. 96 മുതൽ 2000 വരെയുള്ള കാലയളവിൽ എണ്ണമറ്റ സിനിമകളിലൂടെ വളരെ മികച്ച കോമഡി രംഗങ്ങളിലൂടെ മണി അക്കാലത്തെ സിനിമകളുടെ നിറസാന്നിധ്യമായി മാറി. ജയറാമിന്റെ തകർച്ചയും ദിലീപിന്റെ വളർച്ചയ്ക്കും സാക്ഷിയായ അക്കാലത്ത് 99ന്റെ ഒടുവിൽ മണിക്ക് തന്റെ കരിയറിലെ തന്നെ മികച്ച ഒരു റോൾ വന്നു ചേർന്നു. വിനയന്റെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ. ഒരു അന്ധഗായകനായ രാമു എന്ന കഥാപാത്രത്തെ വളരെ മികച്ച പെർഫോമൻസിലൂടെ അവിസ്മരണീയമാക്കിയ മണിയെ തേടി തന്റെ ആദ്യ നാഷണൽ ലെവൽ സ്പെഷ്യൽ ജൂറി അവാർഡും കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ജൂറി അവാർഡും വന്നു ചേർന്നു. കൂടാതെ ബെസ്റ്റ് ആക്ടർക്കുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡും കരസ്ഥമാക്കിയിരുന്നു അദ്ദേഹം. നാഷണൽ അവാർഡിന് നോമിനേഷൻ പോയെങ്കിലും അത് അദ്ദേഹത്തിന് ലഭിച്ചില്ല. അദ്ദേഹത്തിന് അതൊരുപാട് വിഷമമുണ്ടാക്കുകയും ചെയ്തിരുന്നു. മണിക്ക് മാത്രമല്ല, ആ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കാത്തത് നമുക്കും ഏറെ വിഷമം തോന്നിയിരുന്നു. കാരണം അത്ര മികച്ചതായിരുന്നു ആ കഥാപാത്രം. 2000 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം വല്യേട്ടനിലാണ് അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വില്ലൻ വേഷത്തിലൂടെ എല്ലാവരെയും അദ്ദേഹം ഞെട്ടിച്ചത്. അന്നേ വരെ കൊമേഡിയൻ മാത്രമായി കണ്ട മണിയെ മമ്മൂട്ടി ചിത്രത്തിൽ വില്ലനാണെന്ന് കേട്ടപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് നെറ്റി ചുളിച്ചെങ്കിലും പടമിറങ്ങിയപ്പോൾ കാട്ടിപ്പള്ളി പപ്പൻ അങ്ങ് കത്തിക്കയറുകയായിരുന്നു. ആ കഥാപാത്രം എന്നും പ്രേക്ഷകർ ഓർത്തുവെക്കും വിധം അതിനെ മണി അത്രത്തോളം മികച്ചതാക്കിയിരുന്നു. പിന്നീട് ദാദാസാഹിബിലെ തങ്കച്ചൻ എന്ന കഥാപാത്രം, വക്കാലത്ത് നാരായണൻകുട്ടി, സൂത്രധാരൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഒരു മുഴുനീള വില്ലൻ വേഷം ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ തന്നെ വിനയൻ ചിത്രമായ രാക്ഷസ രാജാവിലൂടെയാണ്. അതിൽ മന്ത്രി ഗുണശേഖരനെയും മണി തന്റേതായ ശൈലിയിൽ വളരെ മികച്ചതാക്കിയിരുന്നു. ശേഷം പുറത്തിറങ്ങിയ വിനയൻ ചിത്രം കരിമാടിക്കുട്ടനിലൂടെ വീണ്ടും ഒരു ലീഡ് റോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. കരിമാടിക്കുട്ടനിലെ കുട്ടൻ എന്ന കഥാപാത്രം മണി വളരെ മികച്ചതാക്കിയപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായി മാറി കരിമാടിക്കുട്ടൻ. കൂടാതെ അതിൽ അദ്ദേഹം പാടിയ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. പിന്നീട് ഇറങ്ങിയ ആകാശത്തിലെ പറവകളിലും അദ്ദേഹം ആ മികവ് തുടർന്നിരുന്നു. കരിമാടിക്കുട്ടനേക്കാൾ ശരിക്കും ഒരു പടി മേലെയായിരുന്നു ഈ ചിത്രത്തിലെ പ്രകടനം. അതുകൊണ്ട് തന്നെ ഇതും സാമ്പത്തിക വിജയം നേടിയ ഒരു ചിത്രം തന്നെയായിരുന്നു. പിന്നീട് വൺ മാൻ ഷോ, വാൽക്കണ്ണാടി, ദി ഗോഡ്, മലയാളി മാമന് വണക്കത്തിലെ തമിഴ് ക്യാരക്ടർ, അതുപോലെ നാം എക്കാലവും ഓർത്തുവെക്കുന്ന കുചേലനിലെ അവിലുമായി വരുന്ന രാമാനുജൻ എന്നീ കഥാപാത്രങ്ങളും വളരെയധികം ശ്രദ്ധേയമായിരുന്നു. പിന്നീട് ബാംബു ബോയ്സ്, വെള്ളിത്തിരയിലെ വാക്കത്തി വാസു, അതുപോലെ സേതുരാമയ്യറിലെ ഈശോ അലക്സ്, ബെൻ ജോൺസൺ, ലോകനാഥൻ IAS, അതുപോലെ അനന്തഭദ്രത്തിലെ ചെമ്പൻ, അതുപോലെ തന്നെ ചോട്ടാ മുംബൈയിലെ CI നടേശൻ എന്നിങ്ങനെ നായകനായും സഹനടനുമായെല്ലാം ഒത്തിരി സിനിമകൾ. കൂടാതെ തമിഴിൽ ക്യാപ്റ്റൻ പ്രഭാകർ, മറുമലർച്ചി, ജമീലെ ശ്രദ്ധേയമായ തേജ എന്ന കഥാപാത്രം, അന്യൻ, സൂര്യ ചിത്രം വേലിലെ സക്കരപാണ്ടി, ശങ്കർ രജനീകാന്ത് ബ്രഹ്മാണ്ഡ ചിത്രം എന്തിരനിലെ പച്ചമുത്തു, കമൽ ചിത്രം പാപനാശത്തിലെ കോൺസ്റ്റബിൾ പെരുമാൾ, പിന്നീട് തെലുങ്കിൽ ജമിനിയിലെ ലഡ്ഡ, ആയുധം, ബ്രഹ്മാസ്ത്രം, നഗരം, പിന്നീട് കന്നഡയിൽ ദുർഗി,
ചലഞ്ച് എന്നിങ്ങനെ ഒട്ടുമിക്ക ഇൻഡസ്ട്രികളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മികച്ച കലാകാരൻ തന്നെയായിരുന്നു മണി. അഭിനയം കൂടാതെ ഒരുപാട് സിനിമകളിലും നാടൻ പാട്ടുകളിലും അദ്ദേഹം തന്റേതായ കഴിവ് തെളിയിച്ചിരുന്നു. അദ്ദേഹം പാടിയ പല പാട്ടുകളും എന്നും പ്രേക്ഷകർ ഓർത്തുവെക്കുന്ന അത്രയും മനോഹരമായ പാട്ടുകളായിരുന്നു. മണിക്ക് ലഭിച്ച പുരസ്കാരങ്ങളുടെ കണക്ക് നോക്കി 99 വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നേടിയിരുന്നു അദ്ദേഹം. കൂടാതെ തമിഴ് ചിത്രം ജെമിനിയിലെ പ്രകടനത്തിന് ബെസ്റ്റ് വില്ലനുള്ള ഫിലിം ഫെയർ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. കൂടാതെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡും വനിതാ അവാർഡും ജയ്ഹിന്ദ് TV അവാർഡും ഭരത് ഗോപി ഫൗണ്ടേഷൻ അവാർഡും എന്നിങ്ങനെ ഒട്ടനവധി അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1999 സെപ്റ്റംബർ 22-നാണ് മണി നിമ്മിയെ വിവാഹം കഴിക്കുന്നത്. ഇവർക്ക് ശ്രീലക്ഷ്മി എന്നൊരു മകളുമുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ വളർന്നു വന്നതുകൊണ്ട് തന്നെ മണി അതൊന്നും മറച്ചു വെക്കുകയോ വന്ന വഴി മറക്കുകയോ ചെയ്തിരുന്നില്ല. സഹായം ചോദിച്ചെത്തുന്നവരെയെല്ലാം കൈയഴിഞ്ഞ് സഹായിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിനെന്ന് അദ്ദേഹത്തിന്റെ നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. 15 വർഷത്തോളം കാലം ഒട്ടനവധി സിനിമകളിൽ വളരെയധികം തിരക്കേറിയ ഒരു കലാകാരനായിരുന്നു മണി. ഇടക്കാലത്ത് അഭിനയ രംഗത്ത് അവസരങ്ങൾ കുറഞ്ഞെങ്കിലും തന്റെ നാടൻ പാട്ടുകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും അദ്ദേഹം കലാരംഗത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയത്. അദ്ദേഹത്തിന്റെ അകാല മരണത്തിൽ പല ദുരൂഹതകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. വാസ്തവം എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ വിയോഗം മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു വിങ്ങലായി നിലനിൽക്കും. മൺമറഞ്ഞുപോയ ആ അതുല്യ കലാകാരന് മലയാളികളുടെ പേരിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറ്റൊരു താരത്തിന്റെ ജീവിത കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.